യു ആർ സോ ലേറ്റ്. I'm not. എന്ത് ലേറ്റ് അല്ല, ഒരു ബിസിനസ് ടോക്കിന് യു ആർ കമ്മിങ് ഫോർ എ ബിസിനസ് I'm not ടോക്ക്. late. It's only 12:02. What is this? I don't like that. 2 minutes late. It's not good. See, യങ് ജനറേഷൻ ആൻഡ് പഴയ ജനറേഷൻസ് എങ്ങനെയാണ് നോക്കുക അത് ബിസിനസ് ടോക്ക് വരുന്നത്. ഓക്കെ, സോ വാട്ട് യു നോ അബൌട്ട് ദ ബിസിനസ്? എന്താണ് നിനക്ക് ചെറിയപ്പം മുതൽ നീ എങ്ങനെയാണ് പൈസ ഒക്കെ ഇത് സ്വരൂപിച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീ പൈസ ഉണ്ടാക്കിയിരുന്നത് പറയാൻ പറ്റുമോ? ചെറുപ്പം മുതൽ നിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്. I help people, I get money and I save the money. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? By selling flowers. Yeah. And you get the money. Yeah. എന്തിനാ അങ്ങനെ ചെയ്തിരുന്നേ? To make people feel happy. ഓക്കെ, എന്നിട്ട് ആ പൈസ എന്ത് ചെയ്തു? I saved it. സേവ് ചെയ്ത് എന്തിനാ? To buy food. ഓക്കെ, ടു ബൈ ഫുഡ്. അപ്പം അങ്ങനെ ഫുഡ് വാങ്ങിക്കുമ്പം നീ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകോ? No. ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യം, ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ തമ്മിലൊരു ഫൈറ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് ടിപ്സ് ഫോർ ന്യൂ ജനറേഷൻ ആൻഡ് ഓൾഡ് ജനറേഷൻസ്. ഇപ്പം ഇവള് പൈസ ചെറുപ്പം മുതൽ എങ്ങനെ ഉണ്ടാക്കി? അത് വെച്ചാൽ ഒരു കുടുംബത്തിൽ, ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് വെച്ചാൽ വലിയ ഫാമിലി ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. ഓക്കെ, അപ്പം മൂലധനം വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ. ഒരു ബിസിനസ് പാർക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഈ മൂലധനം ഉണ്ടാക്കിയത് ഇപ്പം നമ്മുടെ വീട്ടിലൊരു വർഷത്തേക്ക് കപ്പ, ഇത് അത് കുരുമുളക് അതൊക്കെ വേണം. അപ്പം 2 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. എൻ്റെ അമ്മ പിന്നെ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മലഞ്ചെരുവാണ്, അവിടെ പോകും. അവിടെ പോയിട്ട് ഹോളിഡേയ്സിന് എന്നെയും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് കുരുമുളക്, പിന്നെ ഒരു വർഷത്തേക്കുള്ള കുരുമുളക്, ഇഞ്ചി, ഇതെല്ലാം അമ്മ, കാരണം അമ്മയ്ക്ക് ഒത്തിരി മക്കളുണ്ട്, അമ്മ അവിടുത്തെ ആദ്യത്തെ കുട്ടിയാണ്. അപ്പോൾ അവരതെല്ലാം അമ്മയുടെ റിലേഷൻസ് എല്ലാം പൊതിഞ്ഞ് കെട്ടി നടന്ന് അമ്മയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് അമ്മയുടെ മൂലധനത്തിൽ എന്ന് വെച്ചാൽ അമ്മയുടെ ചെലവിൽ നിന്ന് ഒരു ഭാഗം, ഇപ്പം ഫാദർ ജോലി ഉണ്ടാവും, പക്ഷേ ഇത് ഫുൾഫില്ലാകാൻ, കുട്ടികളുടെ ആവശ്യങ്ങൾ ഫുൾഫില്ലാകാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അമ്മയുടെ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരും. അപ്പം നമ്മളുടെ കുടുംബത്തേക്ക്, ഇപ്പോൾ ഇപ്പോഴത്തെ കുടുംബം എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫാമിലി, ആരടുത്തും ഒന്നും വാങ്ങത്തില്ല. അപ്പം A to Z ഈ ഒരു വരുമാനത്തിൽ നിന്ന് കുടുംബം ചിലവാക്കണം. പക്ഷേ ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ബിസിനസ് മൈൻഡ് പോയത്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഭാഗമായിട്ട്, എന്ന് വെച്ചാൽ ഫാദർ കപ്പയൊക്കെ നടും, അത് ഉണക്കി സൂക്ഷിക്കും, അല്ലെ പനയുടെ പൊടി കൊണ്ടുവരും, അത് കുറുക്കി കഴിക്കും. അപ്പം ഇപ്പം അമ്മ ഇങ്ങനെയെല്ലാം കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഇതാകുമ്പോഴത്തേക്കും ഒരു ചെറിയ കുട്ടിക്ക് ബിസിനസ് മൈൻഡ് ആണെങ്കിൽ ഇവിടെ സ്പാർക്ക്, ഒരു തീപ്പൊരി കിട്ടും. ഇതാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡല്ലേ. ഇങ്ങനെ 100 കാര്യങ്ങൾ, യങ് ജനറേഷനും പഴയ ജനറേഷനും. ഞാൻ പഴയതല്ല, എനിക്കിപ്പോഴും പ്രായമായിട്ടില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം പുതുമയുള്ള ബിസിനസ് പാർക്സ്. അത് എപ്പം മുതൽ, ചെറുപ്പം മുതൽ ഒരാൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്? ഓഡിയൻസ് എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണോ? എന്താ ചെയ്യേണ്ടത്? Like, subscribe and follow for more. എന്തിനു വേണ്ടിയിട്ടാണത്? To help your kids understand വാട്ട് ഈസ് ബിസിനസ്, അല്ലേ? ഓക്കെ, ഇച്ചിരി ഒന്ന് മലയാളത്തിൽ പറയാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ പറ്റില്ല എന്നിങ്ങനെ പറയില്ല, മലയാളം പഠിക്കുന്നല്ലേ നീ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും വരാം. ഓക്കെ.